കേരള ബ്ലാസ്റ്റേഴ്സിന്റെ വിദേശ താരങ്ങളുമായി ബന്ധപ്പെട്ട് നിലവിൽ പുറത്തുവരുന്ന അപ്ഡേറ്റുകളാണ് നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്. വീഡിയോയിലടക്കം മുമ്പ് കൂടുതൽ കേരള ബ്ലാസ്റ്റേഴ്സ് വാർത്തകളൊക്കെ ആയിട്ട് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ കാണുന്ന ഭൂരിഭാഗം ആളുകളും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല. മാക്സിമം നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുക. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ താരമായ മിലോസ് ഡ്രിങ്കിച്ച് അടുത്ത സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കളിക്കും. അദ്ദേഹം കരാർ എക്സ്റ്റെൻഡ് ചെയ്യുമെന്നാണ് നിലവിൽ പുറത്തുവരുന്ന അപ്ഡേറ്റിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അടുത്തായിട്ട് മാർക്കോ ലെസ്കോവിച്ച് ആണ്. മാർക്കോ ലെസ്കോവിച്ച് അടുത്ത സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കളിച്ചേക്കില്ല എന്നുള്ള അപ്ഡേറ്റുകൾ തന്നെയാണ് നിലവിൽ പുറത്തു വരുന്നത്. ഈസ് നോട്ട് ഹാപ്പി ടു സ്റ്റേ ഇൻ ഇന്ത്യ. അതുപോലെ അദ്ദേഹം കേരള ബ്ലാസ്റ്റേഴ്സിനെ വെറുക്കുന്നു എന്നൊന്നുമല്ല, അദ്ദേഹം നിലവിൽ ഇന്ത്യയിൽ നിൽക്കാനായിട്ട് താല്പര്യപ്പെടുന്നില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹം ബ്ലാസ്റ്റേഴ്സ് വിടുവാൻ ഒരുങ്ങുകയാണെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. അടുത്തായിട്ട് നോവ സദോയുടെ കാര്യമാണ്. നിലവിൽ പുറത്തുവരുന്ന ഏറ്റവും എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള റിപ്പോർട്ട് അത് തന്നെയാണ്. നിലവിൽ നോവ സദോയ് കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് നിലവിൽ 2 വർഷത്തെ പ്രീ കോൺട്രാക്ട് നിലവിൽ സൈൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഗോവയുടെ ഈ സീസണിൽ ഇനി അവശേഷിക്കുന്ന മത്സരങ്ങൾ തീർന്നതിന് ശേഷം നോവ സദോയ് അദ്ദേഹത്തിന്റെ ലഗേജും കാര്യങ്ങളുമായിട്ട് ഇനി ബ്ലാസ്റ്റേഴ്സ് ക്യാമ്പിലേക്ക് എത്തിച്ചേരും. ഇവിടെ അദ്ദേഹത്തിന്റെ ലഗേജും കാര്യങ്ങളും അതുപോലെ ഡോക്യുമെന്റ്സും കാര്യങ്ങളെല്ലാം എത്തിച്ചതിന് ശേഷമായിരിക്കും അദ്ദേഹം ഇനി തിരിച്ച് നാട്ടിലേക്ക് മടങ്ങുക എന്നാണ് നിലവിൽ പുറത്തുവരുന്ന ഏറ്റവും പുതിയ റിപ്പോർട്ടിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് നോവ സദോയ് അടുത്ത സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കളിക്കും. 2 വർഷ കരാറിലായിരിക്കും കേരള ബ്ലാസ്റ്റേഴ്സ് നോവ സദോയിനെ സൈൻ ചെയ്യാനായിട്ട് പോകുന്നത്. അതുപോലെ ബ്ലാസ്റ്റേഴ്സിന്റെ താരമായ ദിമിത്രിയോസ് ഡയമൻഡക്കോസ്, അദ്ദേഹത്തിന്റെ കാര്യം നമ്മൾ ഒരു തമാശ രൂപേണ പറയുകയാണെങ്കിൽ രാവിലെ അദ്ദേഹം ഇവിടെ തുടരും, ഉച്ചയ്ക്ക് അദ്ദേഹം ബ്ലാസ്റ്റേഴ്സ് വിടും, രാത്രിയായാൽ അദ്ദേഹം വീണ്ടും ബ്ലാസ്റ്റേഴ്സിൽ തുടരും, കോൺട്രാക്ട് എക്സ്റ്റെൻഡ് ചെയ്യും. ഇത് തന്നെയാണ് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. നിൽക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന്റെ കാര്യം നിലവിൽ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അദ്ദേഹത്തിന്റെ ഡോക്യുമെന്റ്സ് ഇവിടുന്ന് കൊണ്ടുപോയിട്ടില്ല എന്നുള്ള അപ്ഡേറ്റുകളെല്ലാം പുറത്തു വരുന്നുണ്ട്. അതെല്ലാം കാത്തിരുന്ന് കാണേണ്ട കാര്യങ്ങൾ തന്നെയാണ്. ഇപ്പോഴും ദിമിയുടെ കാര്യം ഒരു 50-50 തന്നെയാണ്. അദ്ദേഹം തുടരുമെന്ന കാര്യമെല്ലാം കുറച്ചുകൂടി തീരേണ്ടി വരും കൺഫേം ആകാനായിട്ട്. എന്തായാലും കൂടുതൽ ഫുട്ബോൾ വാർത്തകൾക്കായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.